ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടായിരുന്നു. പക്ഷേ ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ. സുജിത, നീ എത്ര നാളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട്? കുറേ നാളായല്ലേ? ഞാനിങ്ങോട്ട് വന്നിട്ടൊരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഏറ്റവും കുറഞ്ഞത്. സൺസെറ്റ് കഴിഞ്ഞു പോയി ഗൈസ്. ഞാൻ കുളിച്ച് പിടിച്ച് ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ടൈമായി, ലേറ്റായിപ്പോയി. ഇപ്പം റെക്കോർഡാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഒരു ഈവനിങ് റൈഡിന് ഇറങ്ങിയതാണ്. ഇതിൻ്റെ പേരെന്തായിരുന്നു? അഴീക്ക ബീച്ച് അല്ലേ? അന്ധകാരനാഴിയെന്നും അഴീക്കയെന്നും രണ്ടും പറയും ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ വാക്ക് വേയും സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. പക്ഷേ ഇപ്പോൾ കോവിഡൊക്കെ ആയത് കാരണം ഇവിടെ ഒരു ആൾക്കാരും കാണുന്നില്ല. 2-3 ഫാമിലീസ് ഉണ്ട്. ഇത് ഫിഷിങ്ങിൻ്റെ ഒരു സെറ്റപ്പാണ്. പിന്നെ അവിടെ ഒരു പോലീസിൻ്റെ കൺട്രോൾ റൂം പോലെ ഒരു സംഭവമാണ്. ഇതൊരു നൈസ് സ്പോട്ടാണ്. പക്ഷേ ഇവിടെ എന്താ പറയുക, ഇപ്പോൾ കോവിഡൊക്കെ ആയത് കാരണം അങ്ങനെ ആരും ഇല്ല. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് പോകാം. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടായിരുന്നു. പക്ഷേ ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ. സുജിത, നീ എത്ര നാളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട്? കുറേ നാളായല്ലേ? ഞാനിങ്ങോട്ട് വന്നിട്ടൊരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഏറ്റവും കുറഞ്ഞത്. സൺസെറ്റ് കഴിഞ്ഞു പോയി ഗൈസ്. ഞാൻ കുളിച്ച് പിടിച്ച് ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ടൈമായി, ലേറ്റായിപ്പോയി. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു വാട്ടർ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ പോലെ കായലുമായിട്ട് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് സംഭവത്തിന്. ഈ വെള്ളം ഒഴുകി വരുന്നത് കായലിൻ്റെ അവിടെ നിന്ന് കടലിലേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഈ കഴിഞ്ഞ മഴക്കാലം വന്നപ്പോൾ ഭയങ്കര ശക്തമായിട്ട് കടൽ കയറി വന്നായിരുന്നു. Okay, I know many of you guys are complaining that I'm vlogging in Malayalam. So for you, all you guys, so the last time when it rained in Kerala, actually the beach was kind of destroyed completely, I would say, because the water level rised and it came all the way up until here. So earlier this used to be like it was kind of free. You could walk in this way. But since it was, the sea became very violent, so the officials took a decision that they will put the stones over here to block the water. So that's what they did. I would say this beach is okay. It's okay to just spend some time. I would say you can play some football or something here. But as you can see, the water level is it's up until here, so you have very minimal space to play. But still, it's a nice beach compared to the other beaches like Alapi. It is clean because very few people visit here. Okay, so that's all about this beach. This is just a casual evening ride which we usually go on the weekend. Other than that, maybe on the way back I will show you a really interesting restaurant. എടാ, നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്തായിരുന്നു? പുട്ടും കട്ടനും. ആ തുറവൂരത്തെ അൽഫാം. ഓക്കെ, so guys, I will show you one interesting restaurant. The Alfam over there is like awesome. So maybe we can try that. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് അത്ര പോരാ.
അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കായലുമായിട്ടുള്ള കണക്ഷൻ. ഇവിടെ എപ്പോഴും ഒന്നും ഇത്രയും വെള്ളം ഉണ്ടാവില്ല. വെള്ളം ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ആക്ച്വലി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് നമുക്ക് അവിടെ വേണേൽ ഫുട്ബോൾ കളിക്കുക, പട്ടം പറത്തുകയൊക്കെ ചെയ്യാം. So guys, I just noted something really interesting, that if you notice, you can see the waves coming from that side is actually intersecting, or you can say actually the deflections from the land, it is going towards the sea. Actually the wave is going towards the sea, and waves coming from there, they actually intersect at some point. As if you can see here, you will see that, you know, when these waves intersect, there is like a pattern that forms here. Can you see that? Yeah, there it goes. It's really nice to see that. I mean, you don't get to see this kind of a phenomena always. It is because the water from the land, actually the backwaters, is coming outside now, and it is coming in a really good force, as you can see there. So that water is actually pushing towards the side, and you can see these waves, they are actually the waves from that side getting deflected from the land and going towards the sea. And when the new waves that form and come towards the land, they just collide and it forms a pattern. I don't know how much this camera can justify that beautiful view, but I'm just trying to record. So this is nice, guys. So as you can see, the fishing boats are all parked over there. I don't know, it is called parking, maybe. Okay, so it's all parked, and there are very few people, but on normal days there will be like lots and lots of people, and this beach is kind of, you know, one of the cleanest beaches around my place. Apple. യെസ്, ഇങ്ങനെയാണോ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താ പിന്നെ ആപ്പ് ക്ലോസ് ചെയ്ത് തന്നോടി ഓപ്പൺ ചെയ്യും. ഓ അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പേരെന്താ? ഈറ്റ് ഔട്ടോ ഈറ്റപ്പോ? അപ്പാണ്. അപ്പോൾ ഗൈസ്, ഈറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ലൊക്കാലിറ്റിയിലുള്ള, നമ്മുടെ ആലപ്പുഴ അല്ലെങ്കിൽ അരൂർ, തുറവൂർ, ഈ റീജിയനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഈ ലോക്കൽ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടും. കൊള്ളാം, സംഭവം കൊള്ളാം. പ്രൊഫഷണലിസം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്, എന്നാലും അത്യാവശ്യം റെസ്റ്റോറൻറ്റൊക്കെ ആഡ് കൊള്ളാം. അത്യാവശ്യം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ A4 അൽഫാം ഉണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ പുട്ടും കട്ടനും ക്ലോസ്ഡ് ആണോ ഇന്ന്? അല്ല, അത് ഇട്ടേര്. പിന്നെ വേറെ സാധനം കലവറക്കാരൻ, പിന്നെ ഒരു പാതിരാക്കോഴിയുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ പണിക്കർമ്മ. ഇവിടെ അൽഫാമിൻ്റെ കൂടെ ഒരു പെപ്സി ഫ്രീ. ഓക്കെ, കൊള്ളാം. അപ്പോൾ അൽഫാമിന് എക്സ്ട്രാ ഒരു 40 രൂപ 30 രൂപ കയറ്റി പിടിച്ചിട്ടുണ്ടാവും. 400 രൂപ. അൽഫാം ഫുള്ള് 400 രൂപയാണല്ലോ എല്ലായിടത്തും. ശരിയാണ്. കുഴപ്പമില്ല. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ സംഭവം കൊള്ളാം. അപ്പോൾ ഗൈസ്, പുട്ടും കട്ടനും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നത് അത് കാണിക്കാൻ പറ്റില്ല. അത് പുട്ടും കട്ടനും 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം അരൂരത്തെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ തുറവൂരത്തെ ഉണ്ട്. തുറവൂരത്തെ ഓപ്പണാണ്. ഓക്കെ, വന്നപ്പോൾ നീ സ്മെല്ല് കിട്ടിയത്? സ്മെല്ല് കിട്ടി. അത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് കാണിച്ചു തരാം. ഈ സ്ഥലത്തിൻ്റെ സ്മെല്ല് കിട്ടിയോ അവർ ഓപ്പണാണ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. ഓക്കെ, എന്നാൽ പിന്നെ പോയേക്കാം.
ഇത് പോലീസ് ചെക്ക് പോസ്റ്റാണ്. ഓക്കെ, താഴേക്കിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, പക്ഷേ സംഭവം ക്ലോസ്ഡാണ്. അപ്പോൾ ഗൈസ് ഇതേ ലൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ കൂടി നമ്മുടെ റെഡ് മൂണിനെ കാണാം. റെഡ് മൂണൊന്നുമല്ല, ചെറിയൊരു ഓറഞ്ചിഷ് ഒരു റെഡിഷ് കളറൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഫുൾ മൂണാണ്. ഫുൾ മൂൺ കാണാൻ നല്ല ഭംഗിയുണ്ട്. റിയലി ബ്യൂട്ടിഫുൾ. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ ഹോം. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് തീരദേശം ഹൈവേയുടെ ഒരു പാർട്ടാണ്. വളരെ നല്ല റോഡാണ്, വളരെ നല്ല റോഡെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അന്ധകാരനാഴി അല്ലെങ്കിൽ അഴീക്ക് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം നന്നായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നു. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. നല്ല രസമായിരുന്നു. നല്ലൊരു കാറ്റും ബീച്ചിൻ്റെ സൗണ്ടും, ഓവറോൾ നല്ലൊരു വീക്കെൻഡായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ ആ ഷോപ്പ് ഇതാണ്, പുട്ടും കട്ടൻ ഓറഞ്ച് കേക്ക്സ് ആൻഡ് നട്ട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് അതിൻ്റെ തൊട്ട് പറ്റുകയാണ്. അപ്പോൾ നാഷണൽ ഹൈവേ തുറവൂരെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് സംഭവം. ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി അൽഫമാണ് ഇവിടെ. അങ്ങനെ ഒരു വീക്കെൻഡ് ഏകദേശം എന്താ പറയുക, നല്ല രീതിയിൽ അങ്ങ് പോയി. നാളെ പുറത്തു പോകാൻ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്, പക്ഷേ വ്ളോഗ് ചെയ്യുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ എരമല്ലൂരുള്ള ഓവൻ ഫ്രഷ് ബേക്കറിയിലാണ്. അവിടെ പോയി ഞങ്ങളൊരു ബദാം ഷേക്കും, കുറേ നാളായി ഡൽഹിയിലൊക്കെ ആയിരുന്ന കാരണം നമ്മുടെ നാട്ടിലെ എഗ് പപ്സും മിൽക്ക് പപ്സൊക്കെ കഴിച്ചിട്ട്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി നൈസായിട്ട് ഒരു ബദാം ഷേക്കും എഗ് പപ്സൊക്കെ ട്രൈ ചെയ്തു. കുഴപ്പമില്ല, ഷേക്ക് അടിപൊളിയായിരുന്നു. പക്ഷേ പപ്സ് അത്ര ഒരു ഗുമ്മില്ലായിരുന്നു. പക്ഷേ കുറേ നാളുകൂടി കഴിച്ചപ്പോൾ ഒരു ഫീലായിരുന്നു. പിന്നെന്താ, ഇതായിരിക്കുന്ന സാധനം കണ്ടോ, മോഡിഫൈഡ് ഡോമിനാണ്. പോലീസുകാർ കാണണ്ട. Okay guys, thank you for watching the video, and stay subscribed for more. And if you haven't subscribed, consider subscribing. If you don't like the content, make sure you hit the dislike button, and if you like, just blast the like button. Okay, thank you, bye.